അല്ലെ നമുക്ക് തെളിവ് വേണ്ടേ? അത് നമ്മളതല്ലേ. ഇതെന്റെ കുഞ്ഞമ്മ കേസ് കൊടുക്കാൻ കൊച്ചു പെൺകുട്ടിയെ ചവിട്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല പോലീസ്. നമ്മള് മൊഴി കൊടുക്കാൻ ചെന്ന ഞങ്ങളെ പ്രതിയാക്കി അവിടെ കേസുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് കിഴവിലം ഗ്രാമപഞ്ചായത്താണ്. ചിറയങ്കിയാണ് സ്ഥലം, 19-ാം വാർഡാണ് സ്ഥലം. ഇവിടെ ഇപ്പോൾ ഒരു വിഷയം കേട്ടിട്ട് ഞങ്ങൾ എത്തിയാണ്. എന്തൊക്കെയും അതിർത്തി തർക്കം ഒക്കെ ഉണ്ടാവും, പക്ഷേ അതല്ല കാര്യം. എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ചവിട്ടിയിട്ട് അദ്ദേഹത്തിന് ഇത്രയും വിഷയം ഉണ്ടായിട്ട് പോലും ചിറയൻകീഴ് പോലീസ് അതിൻ്റെ കേസ് എടുത്തിട്ടില്ല എന്നുള്ള വാസ്തവം. അതിനെപ്പറ്റി അറിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. പെൺകുട്ടി എങ്ങനെ വയറ്റിൽ ചവിട്ടി കേസ് എടുത്തിട്ടില്ല. അതായത് മോക്ക് മെഡിക്കൽ കോളേജിൽ പോയി ചെറിയ മെഡിസിൻ അലർജി ഉണ്ട്. അത് മോൾ അച്ഛനും അവർ കണ്ടർക്കും ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യം വാസ്തവമാണോ? ജെന്യുവിനാണോ? കാരണം പെൺകുട്ടിയെ വയറ്റിൽ ചവിട്ടിക്ക് കേസ് എടുക്കണമല്ലോ. അതെ, ഞങ്ങളെ ഈ പറയുന്നത് ജെന്യുവിനാണ്. ഞങ്ങളെ കയ്യിൽ അതിന്റെ എല്ലാ രേഖകളും ഞങ്ങളെ കയ്യിലുണ്ട്. ഹോസ്പിറ്റൽ രേഖകൾ ഉണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ കോളേജിൽ. അതെ അതെ, ഉറപ്പായിട്ടും വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഓടിക്കുന്ന. ഞാനവിടെ എൻ്റെ പുരയിടത്തിൽ നിൽക്കുമായിരുന്നു ചേട്ടാ. ഞാനവിടെ കല്ലിൽ മെറ്റിൽ നിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അയാൾ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പം ഞാൻ മാറില്ല. വാചകം എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാര്യയാണ് ഞാൻ. അതേ ഒരു പഞ്ചായത്ത് അത് ചോദിച്ചത്, പഞ്ചായത്തിൻ്റെ സ്റ്റേ ഉള്ള പെരയിടത്തിൽ നീയൊക്കെ എന്തിനു ചവിട്ടി എന്ന് ചോദിച്ചാണ് അതേ ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ വന്നത്. വിഷയം നേരെ പോലീസിനടുത്ത് പോകുക, അല്ലെങ്കിൽ പരാതിയായിട്ട് പോകുന്നുള്ളത്. ഒരു പെൺകുട്ടി, ഒരു 10-12 വയസ്സുള്ള പെൺകുട്ടിയെ വയറ്റി ചവിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് വാസ്തവമാണോ? അതിന്റെ ഉണ്ടോ? എല്ലാ രേഖകളും തരാം. മെഡിക്കൽ കോളേജിൽ പിന്നെ സ്കാൻ ചെയ്ത റിപ്പോർട്ടും ഇവിടെ ട്രിപ്പ് ഇട്ടിരിക്കുന്ന ഫോട്ടോ സഹിതം ഞങ്ങൾ തരാം. ഞങ്ങളെ സകല രേഖകളും കയ്യിലുണ്ട്. സകല രേഖകളും കിട്ടും. കേസ് കൊടുക്കണം, ഇപ്പൊ തന്നെ കേസ് കൊടുക്കണം. ഉറപ്പായിട്ടും കേസ് കൊടുക്കണം. വയസ്സായവരെയും സ്ത്രീകളെയൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കേസ് കൊടുക്കണം. ആശ്രയിപ്പം ബാ, ആശ്രയിപ്പം ബാ ബാ. അല്ലെ നമുക്ക് തെളിവ് വേണ്ടേ? അത് നമ്മളതല്ലേ. ഇതെന്റെ അങ്ങനെ
കുഞ്ഞമ്മ കേസ് കൊടുക്കാൻ ഞങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുക, കെട്ടിയിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുക, അത് തന്നെയാണ് ഞങ്ങളുടെ വിഷയം. അതിനാണ് ഇവർ പോലീസ് വന്ന് യാതൊരു നിയമവും ഇല്ലാത്തൊരു പ്രവൃത്തി ഇവർ ചെയ്തത്. ഇവർ സാധനം ചെറിയ, അതായത് ഞങ്ങൾ കമ്പിവേലി വെക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല അവർ. നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട്? വിഷയം അതായത് ഇവിടെ നിന്ന് ഒരു വഴി പോകുന്നുണ്ട്, കണ്ടല്ലോ. ഇവർ പറയുന്നത് ഇവർക്ക് 1 മീറ്റർ വഴി ഞങ്ങൾ ഇട്ട് കൊടുത്തു. സ്വാഭാവികമായിട്ട് ഒരാൾക്ക് നമ്മളിപ്പോൾ വഴി ഇല്ലെങ്കിൽ 1 മീറ്റർ വഴി ഇട്ടേ ഞങ്ങൾ ചെയ്യും. ഈ പ്രദീപ് ചന്ദ്രോദയം, മഞ്ജുള ചന്ദ്രോദയം രണ്ടുപേരാണ്. പിന്നെ ഇവർ അമ്മയും അച്ഛനും തൊട്ട് പുറകെ താമസിക്കുന്നുണ്ട് അവരൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ അപ്പോൾ ഞങ്ങൾ 1 മീറ്റർ വഴി വിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് 3 മീറ്റർ വഴി വേണം. അത് നമ്മൾ പറഞ്ഞു നമ്മൾ 1 മീറ്റർ വിട്ട് തരുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്ത് അവരെ 1 മീറ്റർ വാങ്ങിക്കും. അപ്പോൾ വഴി പോവാം. അല്ല, പ്രമാണത്തിൽ വഴിയില്ല, അവരെ വഴി അങ്ങ് വയലിലോട്ടാണ്. ഒരു വഴി ഉണ്ടാകുമ്പോൾ 2 ഭാഗത്തും എടുത്തല്ലേ വഴി ഉണ്ടാക്കൂ. ഞങ്ങളിൽ നിന്ന് മാത്രം വഴി കൊടുക്കണമെന്ന് ഏതെങ്കിലും നിയമമുണ്ടോ? പക്ഷെ അവർക്ക് നമ്മളിൽ നിന്ന് മാത്രം കൊടുക്കണം എന്നുള്ള വാശിയാണ്. കാരണം തൊട്ടപ്പുറത്ത് കിടക്കുന്ന വസ്തു തൊട്ടപ്പുറത്താണ്. അത് അതല്ലേ കൊണ്ടുവന്ന് അത് ആ വഴി വേണ്ട, നിങ്ങൾ തരണ്ട, ഞങ്ങൾ എവരെന്ന് മേടിച്ചോളാം, നിങ്ങൾക്ക് ഉള്ളതാണ് ഇതുവരെ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിച്ച് ഒരേ സംവിധാനങ്ങളില്ലേ? മെമ്പറെ വിളിക്കാം, ഞങ്ങളിപ്പം 30/1/2025 ഇവിടെ വന്നത് വേലികെട്ട ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം കൂടെ അവരെ പണിക്കാരെല്ലാം പിടിച്ചോണ്ട് പോയത്. അപ്പോൾ അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കവേ മോള് കോൺക്രീറ്റ് നിറയ്ക്കുക ഈ കമ്പികളിൽ, ഞാൻ മെറ്റിൽ കുഴയ്ക്കുക, വൈഫും സഹോദരനും കൂടെ കസിനും കൂടെ അവിടെ ഇന്ന് വെള്ളം കോരുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങാണ് നിൽക്കുന്നത്. അപ്പം ഇത് ചെയ്തുകൊണ്ട് മോള് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രതിയായ രാമേന്ദ്രൻ, അതായത് ഓട്ടോ സുനി എന്നറിയപ്പെടുന്ന രാമചന്ദ്രൻ, വലിയുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന രാമേന്ദ്രൻ, അയാൾ വന്ന് എൻ്റെ മോളോട് നീ എന്തിനടി ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഇവള് കല്ല് ഊരാൻ ശ്രമിച്ചപ്പോൾ ഇവള് പിടിച്ചു. അപ്പോൾ ഇവളെ മോളെ അടിവയറ്റിലൊരു ചവിട്ടി അടിച്ചു. ഞാൻ പറഞ്ഞു മാറത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ അതിർത്തിയിലാണ് ഞാൻ നിൽക്കുന്നത്. അയാൾ ഇടിച്ചു കയറി എവിടെ നിന്ന് വരിക ചെയ്തത്. അപ്പം എൻ്റെ അതിർത്തിയിൽ നിന്ന് ഞാൻ മെറ്റിൽ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഓടി വന്നിട്ട് മാറടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാറില്ല, ഞാൻ എന്തിനാ എൻ്റെ പേരടുത്ത് നിന്ന് മാറുന്നത്? അപ്പോൾ അയാൾ ഞാൻ മാറില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടി വയറ്റി, അതായത് പർപ്പസ്ഫുള്ളി ബാക്കിലോട്ട് മാറിയിട്ട് അടി വയറ്റി ചവിട്ടി തന്നു. ഈ സ്റ്റിൽ എനിക്ക് ഭയങ്കര പെയിനാണ്. കിടക്കാനോ വണ്ടിയിലിരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നാണ്. അവരിപ്പോൾ പറയുന്നത് ഞാൻ കള്ളം പറഞ്ഞതാണ് എന്നാണ്. ഇത് എൻ്റെ സൗണ്ട് കേട്ടാണ് എൻ്റെ അച്ഛനും എല്ലാവരും ഓടി വരുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയെ ചവിട്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല പോലീസ്. നമ്മള് മൊഴി കൊടുക്കാൻ ചെന്ന ഞങ്ങളെ പ്രതിയാക്കി അവിടെ കേസുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജാമ്യമില്ലാത്ത ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായ ഉണ്ട്. നിങ്ങളെല്ലാവരും പ്രതികളാണ്. നിങ്ങളുടെ അക്കൗണ്ട് മനസ്സിലായ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഞാനിപ്പോ ചെയ്യേണ്ടത് എന്താണ്? പ്രതികളെ ഞാൻ ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോകും. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായി. വെറുതെ എവിടെ മണ്ടത്തരം കഴിയും. ഞാൻ ആരും ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞേ. നിങ്ങൾ വിളിച്ചാരുടെ ചോദിച്ചു. ഞാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. നിങ്ങൾ നിന്ന പണി നോക്കി നിങ്ങൾ വക്കീലിനെ വിളിച്ചു ഞാൻ ഇപ്പൊ ചെയ്യേണ്ട നടപടി കയറ്റി നിർത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാന്നുള്ളതാണ്. ആയിക്കോട്ടെ, അതിന് മുമ്പ് നമ്മൾ അവിടെ കേസ് എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോഴാണ് നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഈ പ്രശ്നം അതിൽ ഇടപെടെന്ന് പറഞ്ഞാൽ ഒരു വഴി ഉണ്ടാകുമ്പോൾ എപ്പോഴും തുല്യമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആണ് എടുക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് സാബ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഒരു കാഴ്ച വെക്കട്ടെ ചേച്ചി, ഒരു പെൺകുട്ടിയെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റകൃത്യമാണ്. കാരണം പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവളെ ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ അവർക്ക് ഭാവിയിൽ അറിയാലോ. ആ സമയത്ത് നിങ്ങൾ വനിതാ കമ്മീഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഒന്നും പോയില്ലേ നിങ്ങൾ? വനിതാ കമ്മീഷൻ ചെയ്തപ്പോൾ അവിടുത്തെ വനിതാ SI ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ വരരുത്. ഇതിന് എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഒത്തുതീർപ്പ് ശ്രമം മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കമ്മീഷനിൽ ഞങ്ങൾ ചെന്നിരുന്നു. അപ്പൊ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു പോലീസ് വിങ് ഉണ്ട്. അപ്പൊ ഞാൻ സന്തോഷിച്ചു. ഇവിടെ നിന്ന് നേരിട്ടപ്പോൾ ഇവിടെ നിന്ന് ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടിയില്ല. അപ്പൊ ഇവിടെ അതിനൊരു സംവിധാനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല.
ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ചാനലാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണോ? അതെനിക്കറിയണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ നമ്മൾ വനിതാ എസ് ഐയെ കാണാൻ ലക്ഷം തരാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടാണ് ഇടൂല. ഈ മോനാണ് സത്യമാണ്. ലക്ഷം എനിക്ക് അവനെ ഉള്ള ഈ സമയത്ത് അമ്മ ഞങ്ങളന്ന് ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നതാണ്. ഒരു കുട്ടിയെ ചവിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നത്. പക്ഷെ അത് വാസ്തവമാണോ എനിക്ക് അറിയണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വാർത്ത തെറ്റായിരിക്കും. എന്താ പറയുന്നത്? ഉറപ്പാണ്. എന്തിനു കള്ളം പറഞ്ഞ ചവിട്ടി, എന്തിനു കള്ളം പറഞ്ഞ ഒരു പുരുഷൻ ചവിട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മോശം കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം സമൂഹത്തിന് അറിയിക്കണമെന്നാണ്. ഇനിമേലും ഒരു കുട്ടിയെ അവൻ കാലെടുത്ത് ചവിട്ടണം. ശരി, എന്തായാലും ഞാൻ ചെയ്യുന്ന വാർത്ത ഇതാണ്. എനിക്ക് അവരുടെ അസുഖത്തൊക്കെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അന്നും എൻ്റെ ബാഗിൽ പോകുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെ, ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ചവിട്ടി അടിവയറ്റിൽ പരിക്കേൽപ്പിച്ചു എന്നുള്ളൊരു സംഭവമാണ് ഞാൻ കണ്ടത്. അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. നമ്മുടെയൊക്കെ മകളുടെ പ്രായമാണ്. അപ്പോൾ ഇത്രയും വിഷയം ഉണ്ടായിട്ട് പോലും പോലീസ് ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ഒരു പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചിന്തിക്കുക. ഈ പറഞ്ഞ കൊടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ റെയ്ഡിന് വേണ്ടി NIA എന്നപ്പോഴത്തേക്ക് ശിശുശിക്ഷ സമിതി വരെ ആൾക്കാരൊക്കെ പോയിട്ട് അവിടെ തിരിച്ചിറക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ആ സമയത്താണ് ഈ പറയുന്ന ഇത്രയും പെൺകുട്ടിയെ അടിവയറ്റിൽ ചവിട്ടി പരിക്കേറ്റിട്ട് പോലും പോലീസ്, ചിറയൻകീഴ് പോലീസ് കേസെടുക്കാത്തത്. എന്തായാലും ഞങ്ങൾ ഈ കേസ് ഇവിടെ വിടുന്നില്ല. ഞങ്ങളിത് പിറകെ ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പരാതി കിട്ടിയപ്പോൾ വന്നു, അവർ ഉറപ്പ് പറയുന്നു, ചവിട്ടിയെന്ന് പറയുന്നു. ശരി, ഈ ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചവിട്ടി പരിക്കേൽപ്പിച്ചു, പോലീസ് കേസെടുക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസുകാരും ബാക്കി സംവിധാനങ്ങളൊക്കെയാണ്. ഇത് മറഞ്ഞു പോയിരിക്കാൻ വേണ്ടി പ്രേക്ഷക ശ്രദ്ധയിലേക്കും ബാക്കിയുള്ള സംവിധാനങ്ങളുടെ ശ്രദ്ധയിലേക്കും ക്ഷണിക്കുകയാണ്. സ്പേസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മരാർ സൈനിങ് ഓഫ്.